ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ദ വേൾഡ് ഓഫ് ഹ്യൂമർ എന്ന ലെസൻ്റെ ആക്ടിവിറ്റീസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ട്രൈ ടു ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ഫണി ക്വസ്റ്റ്യൻസ്. ദ പിക്ചേഴ്സ് മേ ഹെൽപ്പ് യു. അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ് കണ്ടെയ്ൻസ് എ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒരു ആൽഫബറ്റ് ആയിരിക്കും അല്ലേ? ഏത് ആൽഫബറ്റിലാണ് ഒരുപാട് വെള്ളം കൊള്ളുന്നത്? വെള്ളമുള്ള ആൽഫബറ്റ് ഏതായിരിക്കും ആൻസർ? സി അല്ലേ? ആൻസർ ഏതാണ് വരിക? സി ആണ് വരിക. സി എന്ന് പറയുമ്പം SEAC എന്ന് പറയുന്നത് കടലാണ്. അപ്പോൾ കടലിലാണ് ഒരുപാട് വെള്ളമുള്ളത്. അപ്പോൾ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ആർ ഫിഷ് സോ സ്മാർട്ട്? ഫിഷ് എന്തുകൊണ്ടാണ് ഭയങ്കര സ്മാർട്ടായിട്ടിരിക്കുന്നത്? ബിക്കോസ് ദ ലിവ് ഇൻ സ്കൂൾസ്. മീനുകളെല്ലാം സ്കൂളിലാണ് എന്ന് പറയാൻ കാരണം എന്താണ്? മീനിൻ്റെ കൂട്ടത്തെ സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് പറയാറ്. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ബഞ്ച് ഓഫ് കീസ്, ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്നൊക്കെ പറയുന്നത് പോലെ സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ദ കിഡ് ഈറ്റ് ഹിസ് ഹോംവർക്ക്? എന്തുകൊണ്ടാണ് കുട്ടി തൻ്റെ ഹോംവർക്ക് കഴിച്ചത്? ബിക്കോസ് ദ ടീച്ചർ ടോൾ ദ കിഡ് ഇറ്റ് വാസ് എ പീസ് ഓഫ് കേക്ക്. ടീച്ചർ കുട്ടിയോട് പറഞ്ഞു അതൊരു പീസ് ഓഫ് കേക്ക് ആണെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടി ഹോംവർക്ക് കഴിച്ചത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇതൊരു ഫ്രേസാണ്. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് വെരി ഈസി എന്നുള്ള അർത്ഥമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ മോർ യു ടേക്ക് ദ മോർ യു ലീവ് ബിഹൈൻഡ്. വാട്ട് ഈസ് ഇറ്റ്? ഇതിൻ്റെ ആൻസർ എന്താണ്? ഫുഡ് സ്റ്റെപ്സ് ആണ് അല്ലേ? നമ്മുടെ കാൽപ്പാടുകൾ. നമ്മൾ എത്രത്തോളം മുന്നോട്ട് നടക്കുന്നോ അതിനനുസരിച്ച് നമ്മളുടെ പുറകിൽ കാൽപ്പാടുകൾ ഉണ്ടാകും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബിൽഡിംഗ് ഹാസ് എ നമ്പർ ഓഫ് സ്റ്റോറീസ്? ഏത് ബിൽഡിങ്ങിലാണ് കുറേ സ്റ്റോറീസ് ഉള്ളത്? ഏത് ബിൽഡിങ്ങിലാണ്? ലൈബ്രറി അല്ലേ? ലൈബ്രറിയിലല്ലേ ഒരുപാട് ബുക്സ് ഒക്കെ ഉള്ളത്, സ്റ്റോറി ബുക്സ് ഒക്കെ ഉള്ളത്. അപ്പം ലൈബ്രറി. ഇനി ആറാമത്തെ. വൈ ഈസ് ഹിസ്റ്ററി എ സ്വീറ്റ് സബ്ജക്റ്റ്? ഹിസ്റ്ററി എന്തുകൊണ്ടാണ് ഒരു സ്വീറ്റ് സബ്ജക്റ്റായി മാറുന്നത്? ബിക്കോസ് ഹിസ്റ്ററി ഹാസ് ഫുൾ ഓഫ് ഡേറ്റ്സ്. ഹിസ്റ്ററിയിൽ എന്താ കൂടുതലുള്ളത്? ഡേറ്റ്സ് ആണല്ലേ? തീയതികളാണുള്ളത്. പക്ഷേ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഡേറ്റ്സ് എന്ന് ഉദ്ദേശിച്ചത് ഈന്തപ്പഴമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഐ ഹാവ് ടീത്ത് ബട്ട് കാൺട്ട് ഈറ്റ്. ഹു ആം ഐ? എനിക്ക് പല്ലുണ്ട് പക്ഷെ എനിക്ക് കഴിക്കാനൊന്നും പറ്റുകയില്ല. ആരാണ് ഞാൻ? ആരാണ്? കോംബ് അല്ലേ? ചീപ്പാണ്. കോമ്പിന് പല്ലുണ്ട് പക്ഷെ കഴിക്കാൻ പറ്റുകയില്ല. ഇനി എട്ടാമത്തെ. വാട്ട് ഹാസ് എ ഫേസ് ആൻഡ് 2 ഹാൻഡ്സ് ബട്ട് നോ ആംസ് ഓർ ലെഗ്സ്? എനിക്കൊരു ഫേസ് ഉണ്ട്, 2 ഹാൻഡ്സ് ഉണ്ട്, നോ ആംസ് ഓർ ലെഗ്സ്. ആരാണ് ഞാൻ? ആരാണ്? ക്ലോക്ക് ആണല്ലേ? ക്ലോക്കിനൊരു ഫേസ് ഉണ്ട്, അതിന് 2 സൂചികളുണ്ട്, അതിനെയാണ് 2 ഹാൻഡ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ കാലും ആംസ്, ഫുൾ ആം ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ആൻസർ എന്താണ്? ക്ലോക്ക് ആണ്. ഇനി 9ാമത്തെ. വാട്ട് ഗോസ് അപ്പ് ആസ് സൂൺ ആസ് ദ റെയിൻ കംസ് ഡൗൺ? എന്താണ് മുകളിലേക്ക് പോകുന്നത് മഴ പെയ്യുമ്പോഴത്തേനും? എന്താണ്? അംബ്രല്ല അല്ലേ? അംബ്രല്ലയല്ലേ മുകളിലേക്ക് പൊങ്ങുക മഴ പെയ്യുമ്പോൾ? ഓക്കെ. 10th one. Which 2 words when combined hold a lot of letters? 2 വേർഡ്സ് ഉണ്ട്, അത് രണ്ടും ചേർന്ന് കഴിയുമ്പം ഒരുപാട് ലെറ്റേഴ്സ് അതിലുണ്ടാവും. എന്താണത്? പോസ്റ്റ് ഓഫീസ് അല്ലേ? പോസ്റ്റ് ഓഫീസിലാണ് ഒരുപാട് ലെറ്റേഴ്സ് വരുന്നത്, കത്തുകൾ വരുന്നത്. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫണ്ണി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ബി നോക്കാം. സിറ്റ് ഇൻ പെയർസ് ആൻഡ് ഫ്രെയിം അറ്റ്ലീസ്റ്റ് 2 ഫണ്ണി, ട്രിക്കി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്. ഇതുപോലുള്ള ഫണ്ണി ആയിട്ടുള്ള ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. വാട്ട് കംസ് വൺസ് ഇൻ എ മിനിറ്റ്? മിനിറ്റിൽ 1 പ്രാവശ്യം വരും. ട്വൈസ് ഇൻ എ മൊമെൻറ്റ്? മൊമെൻറ്റിൽ 2 പ്രാവശ്യം വരും. ബട്ട് നെവർ ഇൻ എ 1000 ഇയേഴ്സ്? പക്ഷെ ഒരിക്കലും 1000 ഇയേഴ്സിൽ വരത്തില്ല. എന്താണ് ആൻസർ വരിക? ദ ലെറ്റർ എം ആണ് മിനിറ്റിൽ 1 പ്രാവശ്യം വരുന്നതും മൊമെൻറ്റിൽ 2 പ്രാവശ്യം വരുന്നതും. അതേസമയം 1000 ഇയേഴ്സിൽ 1 പ്രാവശ്യം പോലും വരുന്നില്ല അല്ലേ? അപ്പം അത് ആൻസർ എം ആണ് വരുന്നത്. രണ്ടാമത്തെ നോക്കാം. വുഡ് ഹാസ് എ ഹെഡ്? ഹെഡ് ഉണ്ട്, എ ടെയിൽ ഒരു വാലുണ്ട്, ബട്ട് നോ ബോഡി പക്ഷേ ബോഡി ഇല്ല, ശരീരമില്ല. എന്താണത്? എ കോയിൻ അല്ലേ? ഒരു കോയിന് ഹെഡും ടെയിലും ഇല്ലേ? അതാണ് ആൻസർ വരുന്നത്. മൂന്നാമത്തെ. വാട്ട് ഗോസ് അപ്പ് ബട്ട് നെവർ കംസ് ഡൗൺ?
ഒരു കാര്യം മുകളിലേക്ക് എപ്പോഴും പോകും, പക്ഷെ ഒരിക്കലും താഴേക്ക് വരത്തില്ല. എന്താണത്? യുവർ ഏജ്, നിങ്ങളുടെ വയസ്സ് അല്ലേ. വയസ്സ് ഒരിക്കലും പുറകോട്ട് പോവില്ലല്ലോ, എപ്പോഴും മുന്നോട്ടാണ് പോവുക. വാട്ട് ഹാസ് ടു ബി ബ്രോക്കൺ ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ്? എന്താണ് ഉപയോഗിക്കുന്നതിന് മുന്നേ പൊട്ടിക്കേണ്ടത്? എന്താണ്? ആൻസർ ഈസ് എഗ്. രണ്ടാമത്തെ നോക്കാം. ഡു യു റിമെമ്പർ എനി ഫണ്ണി എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഫണ്ണി എക്സ്പീരിയൻസ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ? പാഠഭാഗത്ത് കുറച്ച് ഫണ്ണി എക്സ്പീരിയൻസസ് ഒക്കെ കണ്ടു അല്ലേ നമ്മൾ. അതുപോലെയുള്ള എക്സ്പീരിയൻസസ് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടോ? ഡിസ്ക്രൈബ് വൺ ഓഫ് ദം ബിലോ. അതിലൊരെണ്ണം നിങ്ങൾ താഴെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടെണ്ണത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ തരാം. ഐ കുഡൻ ഫൈൻഡ് മൈ ഫോൺ എനിവെയർ. എൻ്റെ ഫോൺ എവിടെയും കണ്ടെത്താനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. ലേറ്റർ ഐ ഫൗണ്ട് ഇറ്റ് ഇൻ ദ ഫ്രീസർ. പിന്നീട് ഞാനത് ഫ്രീസറിൽ നിന്നും കണ്ടെത്തി. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഗോട്ട് ദെയർ. എനിക്കറിയില്ല അതെങ്ങനെ അവിടെ എത്തിയെന്ന്. രണ്ടാമത് എന്തെഴുതാം? ഐ ഓവർ സ്ലെപ്റ്റ് ആൻഡ് വാസ് ലേറ്റ് ടു സ്കൂൾ. ഞാൻ ഒരുപാട് നേരം ഉറങ്ങിപ്പോയി, അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകാൻ ലേറ്റായി. ഐ ഹാഡ് ടു റഷ്. വളരെയധികം തിരക്ക് കൂട്ടേണ്ടതായിട്ട് വന്നു സ്കൂളിലേക്ക് പോകാൻ റെഡി ആവാനായിട്ട്. ആൻഡ് ഐ എൻഡഡ് അപ്പ് വെയറിങ് മിസ്മാച്ച്ഡ് സോക്സ്. അതുകൊണ്ട് തന്നെ മിസ്മാച്ച്ഡ് ആയിട്ടുള്ള സോക്സ് ധരിച്ചു ഞാൻ. ഒരുപോലത്തെ സോക്സ് അല്ല, രണ്ടും വ്യത്യസ്ത തരത്തിലുള്ള സോക്സ് ആയിപ്പോയി. മൈ ഫ്രണ്ട്സ് ലാഫ്റ്റ്. ഇത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ലാഫ് ചെയ്തു, ചിരിച്ചു. ആൻഡ് ഐ ടു ലാഫ്റ്റ്. അപ്പം ഞാനും അവരുടെ കൂടെ കൂടി ഞാനും ചിരിച്ചു. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഫണ്ണി എക്സ്പീരിയൻസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടെണ്ണം എക്സാമ്പിളായിട്ട് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ നോക്കാം. ദർ ആർ മെനി പോപ്പുലർ ജോക്സ് ഇൻ യുവർ മദർ ടങ്. ദേ ആർ ഓഫൻ പബ്ലിഷ്ഡ് ഇൻ മാഗസിൻസ് ഓർ ജേണൽസ്. ദർ ആർ മെനി സച്ച് ജോക്സ് ഇൻ മൂവീസ് ടു. കളക്ട് സം ഓഫ് ദം, പ്രസന്റ് ദം ഇൻ യുവർ ക്ലാസ്. ഒരുപാട് ജോക്സ് നമ്മളുടെ മദർ ടങ്ങിലുണ്ട് അല്ലേ. മലയാളത്തിൽ ഒരുപാട് ജോക്സ് ഉണ്ട്. ടിൻറ്റുമോൻ ജോക്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ജോക്സ് കേട്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ജോക്സ് സെലക്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ 2-3 കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം നിങ്ങളോട് ട്രാൻസ്ലേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളത് നോക്കാം. ബുഫേ പാർട്ടിയിൽ ഭക്ഷണത്തിനൊപ്പം വെച്ചിരുന്ന ടിഷ്യൂ പേപ്പർ കഴിക്കാനുള്ളതാണെന്ന് കരുതി ചുരുട്ടി വായിലിടാൻ നോക്കുന്നയാളോട് സുഹൃത്ത്, അത് കഴിക്കരുത്. ആദ്യത്തെ ആൾ, കാരണം സുഹൃത്ത്, ഒരു ടേസ്റ്റുമില്ല. അപ്പോൾ ആദ്യത്തെ ആൾ ഇത് കഴിച്ചു നോക്കിയല്ലേ, ടിഷ്യൂ പേപ്പർ കഴിക്കാനുള്ളതാണെന്ന് വിചാരിച്ചിട്ട് അത് കഴിച്ചു നോക്കി. ഈ ഒരു ജോക്ക് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഡോണ്ട് ഈറ്റ് ദാറ്റ്. എ ഫ്രണ്ട് ടോൾഡ് എ മാൻ അറ്റ് എ ബുഫേ പാർട്ടി who was trying to put the tissue paper he was served with in his mouth, thinking it was for eating. The man, why? Friend, it is tasteless. അപ്പോൾ ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് കാർട്ടൂൺ സ്ട്രിപ്സ് ആൻഡ് സേ വാട്ട് യു തിങ്ക് ഓഫ് ദം. ഡെവലപ്പ് സ്റ്റോറീസ് ഫ്രം ദം. അപ്പോൾ ഇത് മനസ്സിലായോ ഈ കാർട്ടൂൺ സ്ട്രിപ്സ് എന്താണെന്ന്? ക്യാൻ യു ഗിവ് മീ സംതിങ് ടു മേക്ക് മീ സ്ട്രോങ്ങർ. ഒരാൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ഡോക്ടറോട് പറയുകയാണ്, എന്നെ സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മരുന്ന് തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു? ഒരു ബോട്ടിൽ കൊടുത്തു അല്ലേ, അതിൽ പിൽസ് ഉണ്ട്, മരുന്നുണ്ട്. ടേക്ക് വൺ ഓഫ് ദീസ് എവറി ഡേ ഫോർ 6 months. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം 6 മാസത്തേക്ക് കഴിക്കണം. ഓരോ ദിവസവും ഓരോന്നെടുത്ത് 6 മാസം കഴിക്കണം എന്ന് പറഞ്ഞു. അടുത്ത പിക്ചേഴ്സിൽ എന്താ കാണുന്നത്? അവൻ ആ ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലേ. പക്ഷെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല. ഓരോ ദിവസവും അതിലുള്ള ഗുളിക എടുത്ത് കഴിക്കാനായിട്ട് അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ആ ബോട്ടിൽ ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഡോക്ടർ ഫോൺ ചെയ്തു. ഡിഡ് യു ഗെറ്റ് എനി റിസൾട്ട് ഫ്രം ദ പിൽസ് ഐ ഗേവ് യു. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, നൺ അറ്റ് ഓൾ. ഡിഡ് യു നോ ദാറ്റ് യു കാൻ ഗെറ്റ് ദ ലിഡ് ഓഫ്. അപ്പോൾ അവൻ പറയുകയാണ്, എനിക്കൊരു റിസൾട്ടും ഉണ്ടായില്ല, ഈ ബോട്ടിലിൻ്റെ അടപ്പ് തുറക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല, അതുകൊണ്ട് തന്നെ ഗുളികയൊന്നും കഴിക്കാനായിട്ടും പറ്റിയില്ല എന്നവൻ പറയുകയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി എന്താണ്? ഈ കോമിക് സ്ട്രിപ്സിൽ നിന്നും ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് എഴുതി നോക്കാം. സ്മാർട്ട് ഡോക്ടർ. നമ്മൾ സ്റ്റോറിക്ക് ഒരു ഹെഡിങ് ഒക്കെ കൊടുത്തു. ഇനി രോഹൻ വാസ് ഡിറ്റർമൈൻഡ് ടു ഗെറ്റ് സ്ട്രോങ്ങർ. രോഹൻ ഒരു ദൃഢനിശ്ചയം എടുത്തു. എന്താണ്? ടു ഗെറ്റ് സ്ട്രോങ്ങർ, നല്ല ശക്തിശാലിയാവാൻ, മസിലൊക്കെ വന്നുള്ള അങ്ങനെ നല്ല ശക്തിശാലിയാവാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഹി കൺസൾട്ടഡ് ദ ഡോക്ടർ. അതുകൊണ്ട് തന്നെ അവൻ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു.
ചെയ്തു, സ്ട്രോങ് ആക്കണമെന്ന് പറഞ്ഞ്. ഡോക്ടർ ഹാൻഡഡ് ഹിം എ ബോട്ടിൽ ഓഫ് പിൽസ് ആൻഡ് സെഡ് ടേക്ക് 1 എവറി ഡേ ഫോർ 6 months. അങ്ങനെ ഡോക്ടർ അവന് ഒരു ബോട്ടിൽ ഓഫ് പിൽസ്, ഒരു ബോട്ടിൽ നിറയെ ഗുളികകൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു എല്ലാ ദിവസവും 6 മാസത്തേക്ക് എല്ലാ ദിവസവും ഈ ഗുളിക ഓരോന്ന് വീതം കഴിക്കണം എന്ന് പറഞ്ഞു. രോഹൻ കുഡിൻ ഓപ്പൺ ദ ബോട്ടിൽ. പക്ഷെ രോഹന് ആ ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ബട്ട് എനിവേ ഹി ട്രൈഡ് ഹാർഡ് ടു ഓപ്പൺ ദ ബോട്ടിൽ ഡെയിലി. പക്ഷെ എന്നിരുന്നാൽ കൂടിയും രോഹൻ ആ ബോട്ടിൽ എല്ലാ ദിവസവും ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്യുമായിരുന്നു. 6 months later he again met the doctor. അങ്ങനെ 6 മാസത്തിന് ശേഷം വീണ്ടും ഡോക്ടറെ കണ്ടു. Did the pills work? The doctor asked. അപ്പോൾ ഡോക്ടർ ചോദിച്ചു പിൽസ് വർക്ക് ചെയ്തോ, എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായോ എന്ന് ചോദിച്ചു. രോഹൻ റിപ്ലൈഡ് ദാറ്റ് ഈവൻ ഹി കുഡിൻറ്റ് ഓപ്പൺ ദ ലിഡ് ഓഫ് ദ ബോട്ടിൽ. അപ്പോൾ രോഹൻ പറയാണ് ഒരു റിസൾട്ടും ഉണ്ടായില്ല, ഈവൻ എനിക്ക് ഈ ബോട്ടിലിൻ്റെ മൂടി തുറക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ദ ഡോക്ടർ ആസ്ക്ഡ് ഹിം ടു ലുക്ക് അറ്റ് ഹിസ് ആംസ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഒന്ന് കയ്യിൽ മസിൽസ് ഒക്കെ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. ദെൻ രോഹൻ റിയലൈസ്ഡ് ദാറ്റ് വൈൽ സ്ട്രഗ്ലിംഗ് വിത്ത് ദ ലിഡ് ഹി ഗെയിൻഡ് സ്ട്രെങ്ത്. അപ്പോൾ രോഹന് മനസ്സിലായി ഈ ബോട്ടിൽ തുറക്കാൻ എല്ലാ ദിവസവും നല്ല പോലെ സ്ട്രഗിൾ ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെ അവൻ്റെ മസിൽസ് എല്ലാം സ്ട്രോങ് ആയി എന്ന് രോഹന് മനസ്സിലായി. അപ്പോൾ ഈ ഡോക്ടർ ഒരു സ്മാർട്ട് ഡോക്ടർ തന്നെയാണല്ലേ, രോഹനെ നല്ല സ്ട്രോങ് ആക്കി മാറ്റി വിതൗട്ട് എനി പിൽസ്. ഇനി ബി നോക്കാം. റീഡിങ് സോഷ്യൽ മീഡിയ ഓൾ ഡേ മേക്സ് മീ ഗ്രംപി. എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് വളരെ ഇറിറ്റേറ്റിംഗ് ആണ് എന്ന് ഇവിടെ ഒരു ലാപ്പൊക്കെ മുന്നിൽ വെച്ച് ഒരാൾ പറയുകയാണ്. അപ്പോൾ അടുത്ത പിക്ചറിൽ എന്താണ്, വൈ ഡോണ്ട് യു ഗോ ഔട്ട് ഫോർ എ ചേഞ്ച്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നീ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവളെ മനസ്സോട് സമ്മതിക്കുകയാണ്, ഓൾ റൈറ്റ് എന്ന് പറയുകയാണ്. എന്നിട്ട് അവൾ പുറത്തേക്ക് പോയി. എങ്ങനെയാണ് പുറത്തേക്ക് പോയത്, ലാപ്പൊക്കെ കയ്യിൽ കരുതിയിട്ടല്ലേ. ജസ്റ്റ് ആസ് ഐ തോട്ട് ഗ്ലെയർ ഓൺ മൈ സ്ക്രീൻ. അപ്പം അവൾ പറയുകയാണ് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സ്ക്രീനിൽ മൊത്തം ഗ്ലെയർ ആണ്, ഇങ്ങനെ ഒരു തിളക്കം വരുമല്ലോ സൂര്യപ്രകാശത്തിന്, അപ്പം ശരിക്കും കാണാനൊന്നും സാധിക്കുകയില്ല. അപ്പോൾ അവൾ അതങ്ങനെ പറയാണ്. ശരിക്കും അമ്മ ഉദ്ദേശിച്ചത് എന്താണ്, പുറത്തൊക്കെ പോയി ഒന്ന് നടന്നിട്ടൊക്കെ വരുമ്പം റിലാക്സ്ഡ് ആകും എന്നുള്ള രീതിയിലാണ് അമ്മ പറഞ്ഞത്. പക്ഷെ ഇവള് എടുത്തത് ഏത് രീതിയിലാണ്, പുറത്തു പോയിരുന്ന് ലാപ്പിൽ പിന്നെയും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവൾ ആ ഒരു അമ്മയുടെ ഉപദേശം സ്വീകരിച്ചത്. ഇതിൻ്റെ ഒരു സ്റ്റോറി എഴുതി നോക്കാം. ലിസ സ്ട്രഗിൾസ്. ലിസ വാസ് സിറ്റിംഗ് ഇൻ ഹർ റൂം ഗ്ലൂഡ് ടു ഹെർ ലാപ്ടോപ്പ് സ്ക്രോളിംഗ് ത്രൂ സോഷ്യൽ മീഡിയ. ലിസ അവളുടെ റൂമിലിരിക്കുകയാണ്. ഗ്ലൂഡ് ടു ഹെർ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. സ്ക്രോളിംഗ് ത്രൂ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് മേക്സ് മീ ഗ്രംപി. ഇത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഷീ മട്ടേർഡ് ടു ഹെർസെൽഫ്. അവളോട് തന്നെ പറയാണ്. ബൈ ഹിയറിംഗ് ദിസ് ലിസാസ് മദർ അഡ്വൈസ്ഡ് ഹെർ ടു ഗോ ഔട്ട് ഫോർ എ ചേഞ്ച്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ലിസയുടെ അമ്മ പറഞ്ഞു ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്ക്, അപ്പോൾ ഓക്കെ ആവും എന്ന് പറഞ്ഞു. ലിസ എഗ്രീഡ് ആൻഡ് വെൻറ്റ് ഔട്ട് വിത്ത് ഹെർ ലാപ്ടോപ്പ്. ലിസ അത് എഗ്രി ചെയ്തു. എന്നിട്ട് അവളുടെ ലാപ്ടോപ്പും കൊണ്ട് പുറത്തേക്ക് പോയി. ഷീ സാറ്റ് അണ്ടർ എ ട്രീ ആൻഡ് അഗെയിൻ സ്റ്റാർട്ടഡ് സ്ക്രോളിംഗ് ഡൗൺ ദ സോഷ്യൽ മീഡിയ. അവളൊരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. എന്നിട്ട് പിന്നെയും സ്ക്രോളിംഗ് ഡൗൺ ചെയ്തുകൊണ്ടിരുന്നു സോഷ്യൽ മീഡിയ. ആൻഡ് ദെൻ ഷീ മട്ടേർഡ് ജസ്റ്റ് ആസ് ഐ തോട്ട് ഗ്ലെയർ ഓൺ മൈ സ്ക്രീൻ. അപ്പോൾ അവൾ പറയാണ് അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു, എൻ്റെ സ്ക്രീനിൽ മൊത്തം ഗ്ലെയർ ആണ്, എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന് വളരെ ഒരു ഇറിറ്റേറ്റിംഗ് ഫേസോട് കൂടി പറയുകയാണ്. ഇത്രയേ ഉള്ളൂ ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസ്. ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.